നല്ല രീതിയിൽ ചുവന്നൊക്കെ ഇരിക്കുന്ന മഴകളൊക്കെ നമ്മുടെ മുഖത്തിന് തരും. പഴയ കറുത്തിരുണ്ട ആ തൊലിയൊക്കെ മാറും. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും ചെവിയുടെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കരിവാളിപ്പ്, മുഖത്ത് വെയിലേറ്റിട്ടുള്ള സൺ ടാൻ ഫുള്ളായിട്ട് മാറ്റിയെടുക്കാമെന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും. കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സിമ്പിളായിട്ടും അതുപോലെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പക്ഷെ അതിൽ മാത്രം ഒതുക്കാതെ ഞാൻ കുറച്ചധികം ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പൊടിക്കൈകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടാവാതിരിക്കാനും ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാനും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ അത് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. സോ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരുപോലത്തെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. നമുക്ക് വെയിൽ കൊള്ളാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും ഉണ്ടാവത്തില്ല. സോ നിങ്ങൾ പുറത്ത് പോവാണ്, നല്ല രീതിയിൽ വെയിൽ കൊള്ളും, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ല ഒരു സൺസ്ക്രീൻ മേടിച്ച് യൂസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ എന്ത് വർക്ക് ചെയ്തോട്ടെ, എന്ത് കൈൻഡ് ഓഫ് ആൾക്കാരാവട്ടെ, ഒരു SPF 50+ ഉള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യണം. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ ചെയ്യാനായിട്ട്. പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഡെയിലി വെയിൽ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. വെയിൽ നമ്മൾ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നിറം മങ്ങും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട് നമുക്ക് SPF 50 എങ്കിലും മിനിമം ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും ചെവിയുടെ അവിടെയും പിന്നെ കയ്യിലും നമുക്ക് എവിടെയൊക്കെയാണോ വെയിലേൽക്കും എന്ന് അറിയാമെന്നുള്ളത് അവിടെ എല്ലാം സൺസ്ക്രീൻ യൂസ് ചെയ്ത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് സൺസ്ക്രീൻ അത്രയും യൂസ് ചെയ്യാനായിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ, കാര്യം സൺസ്ക്രീനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു സംഭവമാണ്. സോ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. നമ്മുടെ ഷോളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഗ്ലൗസ് ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, വണ്ടി പോകുന്നവരാണെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുക. ഓക്കെ, അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സൺ ടാൻ ഫുള്ളായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം തന്നെ നമുക്കൊരു ബൗളിൽ കുറച്ച് തൈരാണ് വേണ്ടത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാരങ്ങയുടെ നീരാണ്. ഒരു 5-6 തുള്ളി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് ഒരു അര സ്പൂണോളം തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നമുക്ക് നല്ലതായിട്ട് ബ്രഷ് വെച്ചോ കൈ വെച്ചോ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. സോ ഇത് നമ്മൾ കുറച്ചെടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ളതുണ്ടാവും. നിങ്ങൾ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കുറേ നേരം വച്ചിരുന്നിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ യൂസ് ചെയ്യുക. ഇനി ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണമേ കാണുള്ളൂ. നല്ല റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഒരു ബ്രഷ് വെച്ച് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇതിൽ നമ്മൾ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. തൈര് നമ്മുടെ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പും കരിമങ്ങലൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി അധികം നമ്മളെ സഹായിക്കും. സോ ഇത് പണ്ട് കാലം മുതലേ ആൾക്കാർ തൈര് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ വെയിലത്ത് പോയിട്ട് വന്നതിൻ്റെ കറുത്ത ആ ഒരു ഇത് മാറാനായിട്ട്. അതിനോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നാരങ്ങയുടെ നീര്. നാരങ്ങയുടെ നീര് ആ കറുത്ത തൊലിയൊക്കെ പോയിട്ട് നമ്മുടെ പഴയ കറുത്തിരുണ്ട ആ തൊലിയൊക്കെ മാറിയിട്ട് നല്ല പുതിയ സ്കിന്ന് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ആ ഡെഡ് സെൽസ് എല്ലാം മാറ്റി പുതിയ സ്കിൻ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരാഴ്ചയിൽ 3 തവണ നിങ്ങളിത് യൂസ് ചെയ്യുക. ബാക്കി ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സണ്ണിനെ പിന്നെ പേടിക്കേ വേണ്ട. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് വെച്ചിരിക്കാനായിട്ട് പറ്റും. മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും വ്യത്യസ്തമാണ്. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ അത്യാവശ്യമുള്ളത് മാത്രം സ്കിപ്പ് ചെയ്യുക. നാരങ്ങ നീര് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി തേനും തൈരും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. കാര്യം ഇതിന് ഓരോന്നിനും
അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. സോ ഇത് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. സോ നമുക്ക് തേൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറുത്ത കുത്തുകളുണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് തിളങ്ങാനും പെട്ടെന്നൊരു തിളക്കം നമ്മുടെ മുഖത്തിന് തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നാരങ്ങ നീര് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതിൽ തക്കാളിയുടെ നീരും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കിൽ നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഈ ഒരു പാക്ക് നമ്മളെപ്പോഴും രാത്രി സമയത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ, പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതല്ലാതെ രാവിലെ ഈ ഒരു പാക്കിട്ട് മുഖം കഴുകിയിട്ട് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. നല്ല രീതിയിൽ ചുവന്നൊക്കെ ഇരിക്കുന്ന മാതിരി ഉണ്ടാവും. കാര്യം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. സോ നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാത്രം ഇരുന്നാൽ മതി. ആ ഒരു പാക്കിൻ്റെ പണി അത് ചെയ്തോളും. സോ നമ്മളിത് രാവിലെ ഉപയോഗിക്കരുത്, രാത്രി ഉപയോഗിക്കാനുള്ള ഒരു പാക്കാണ്. രാത്രി മാത്രം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. രാവിലെ എണീറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് നല്ലോണം നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സൺസ്ക്രീനൊക്കെ ഇട്ട് ലോക്ക് ചെയ്തിട്ട് വേണം പുറത്ത് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളിത് ഒരു 2 ആഴ്ച, ആഴ്ചയിൽ 3 ദിവസം വച്ച് 2 ആഴ്ച ചെയ്ത് നോക്കൂ. സൺ ടാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. ആദ്യ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസവും അറിയാനായിട്ട് പറ്റും. ഇപ്പം ഞാനിത് മുഖം മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നിട്ട് സാധാരണ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകും. അത് കഴിയുമ്പോഴേക്കും നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് കൊടുക്കുന്നത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ്. ഡെഡ് സെൽസ് മാറാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ആ നമ്മുടെ ഒരു തിളക്കം, ഒരു ചുവന്ന തുടുപ്പൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. സോ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ ഞാൻ വാഷ് ചെയ്തപ്പോൾ നന്നായിട്ട് സ്കിൻ മോയ്സ്ചറൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നല്ല രീതിയിൽ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതൊരു ടാറ്റ ബൈ, ടേക്ക് കെയർ.